3,50,000 രൂപ നൂറയ്ക്ക് സ്വന്തം. പണപ്പെട്ടി പങ്കിടാമെന്ന അക്ബറിന്റെ നീക്കത്തെ ബിഗ് ബോസിന്റെ വമ്പൻ ടെസ്റ്റ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തായിരുന്നു. ഓരോരുത്തരുടെ പേര് എഴുതി വെച്ച് അപ്പുറം ഇപ്പുറം എടുത്തിട്ട് പണപ്പെട്ടി ഇതുകൊണ്ട് അവരുടെ പേര് ഇതുകൊണ്ട് ബോക്സിൽ ഇടുക എന്നുള്ളത്. അപ്പം ഈ അക്ബറും നൂറയും തമ്മിൽ അനീഷ് പുറത്തതിന് ശേഷം ഇവർ തമ്മിൽ ഒത്തായി പറഞ്ഞാൽ ഇവർ തമ്മിൽ അറിഞ്ഞുകൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പുറത്താകും. അവസാനമായപ്പം ആദിലയും അക്ബറും നൂറയും വന്നു. അപ്പോൾ ഇവർ നേരത്തെ മുൻധാരണ പ്രകാരം അക്ബർ ആദിലയെ പുറത്താക്കി. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് പറയുവാണ് നിങ്ങളെല്ലാവരും ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. ബിഗ് ബോസ് അപ്പോൾ അവസാനം നമുക്കൊരു ടെസ്റ്റ് വേണ്ടേ എന്ന് പറയും. അതുവരെ അക്ബർ ഓർത്ത് എന്നാൽ പിന്നെ ഇവർക്ക് ഷെയർ ചെയ്തെടുക്കാം, നമ്മളും അങ്ങനെയാണ് ഓർത്തത്. ഇനിയിപ്പോൾ അവർക്ക് അക്ബർക്കും ലാസ്റ്റ് വന്ന് ഇവർ രണ്ടുപേരാണല്ലോ, അക്ബറും നൂറയാണല്ലോ. ഇപ്പോൾ അവർക്ക് പണം ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാം. അപ്പോൾ ബിഗ് ബോസിൻ്റെ വമ്പൻ ടെസ്റ്റ്, ആ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പോയി. അമ്മാതിരി ഒരു ടെസ്റ്റാണ്. ഇനി ഒരു ടെസ്റ്റ് തരാം എന്നും പറഞ്ഞ് നിങ്ങൾ ഈ പണപ്പെട്ടി അക്ബർക്കോ അതോ നൂറയ്ക്കോ ആർക്കും കൊടുക്കണം, അത് നിങ്ങൾ വീട്ടിലുള്ളവർ തീരുമാനിക്കാൻ പറഞ്ഞു. ബിഗ് ബോസ് അങ്ങോട്ട് ഒഴിഞ്ഞു. അപ്പം അനീഷ് നൂറയുടെ പേര് പറഞ്ഞു. പിന്നെ വന്നത് അനുമോൾ നൂറയുടെ പേര് പറഞ്ഞ്. ഷാനവാസ് വന്നു, ഷാനവാസ് നൂറയുടെ പേര് പറഞ്ഞു. പിന്നെ സാവുമാൻ നൂറയുടെ പേര് പറഞ്ഞു. പിന്നെ നെവിൻ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നെവിൻ ചിലപ്പം നമ്മുടെ അക്ബറുടെ പേര്, പക്ഷെ അക്ബറുടെ പേര് പറയാതെ നൂറയുടെ പേര് തന്നെ പറഞ്ഞു. പിന്നെ ആദില്ല, അത് സ്വാഭാവികമാണല്ലോ, നൂറയുടെ പേര് തന്നെ പറഞ്ഞു. അപ്പം ഇത്രയും പേരാണ് നൂറയ്ക്ക് വോട്ട് ചെയ്തത്. അക്ബർക്ക് ആരും വോട്ട് ചെയ്തില്ല, പക്ഷെ പണപ്പെട്ടി നൂറയ്ക്ക് കിട്ടി. പക്ഷെ ഒരു ടിസ് എന്ന് വെച്ചാൽ നൂറ ഫെയർ ആണ് കേട്ടോ. നൂറയ്ക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഈ ആദിലയും നൂറയും നമ്മുടെ അക്ബറും വന്നല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ അക്ബറുടെ പണപ്പെട്ടി എടുത്ത് നൂറയ്ക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ നൂറയെ ചെയ്തില്ല. നൂറ നേരത്തെ പറഞ്ഞ പ്രകാരം ആദിലെ ഔട്ടാക്കുന്നതിന് നോക്കിയാൽ നല്ലൊരു ഗെയിമറാണ്. എന്ന് വെച്ചാൽ ചതിയൊന്നും പുള്ളിക്കാരിക്ക് വശമില്ല. പുള്ളി ഗെയിമിൻ്റെ കാര്യം ആദിലെ നൂറ് ഒരു വീട്ടിൽ നിന്ന് വന്നാണ് അവർ തമ്മിൽ അങ്ങോട്ട് രണ്ടുപേരും പരസ്പര ധാരണയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഗെയിം വരുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുള്ളൂ. പ്രത്യേകിച്ച് നൂറ ഇൻഡിവിജ്വലായ പ്ലെയറാണ്. വേണമെങ്കിൽ അക്ബർക്കെതിരെ നിന്ന് ഗെയിം കളിക്കായിരുന്നു, അക്ബറെ നിർത്തി. പക്ഷെ നേരത്തെ നിശ്ചയപ്രകാരം ഇവർ പണപ്പെട്ടി കിട്ടുന്ന പണം കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണെങ്കിൽ ഇവർ പങ്കിട്ടെടുക്കാമെന്നുള്ളൊരു അക്ബറുമായിട്ടുള്ള വാക്ക് പ്രകാരം വാക്ക് തെറ്റിക്കാതെ നൂറ അവിടെ പോകും. വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഇതാണ്. നല്ലൊരു മത്സരാർത്ഥിയാണ് നൂറ. അപ്പോൾ 3,50,000 രൂപ നൂറയ്ക്ക് സ്വന്തം. കൊച്ചു വീഡിയോ അവസാനിക്കുന്ന ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് താങ്ക് യു.